നമസ്കാരം. കണ്ടുമറിയുന്ന ഓരോ കാഴ്ചകളും ഓർമ്മ പുസ്തകത്തിലെ ചിത്രങ്ങളാണ്. വാർത്താജാലകങ്ങളിൽ ബാക്കിയാവുന്ന വാസ്തവങ്ങളുമായി കാഴ്ചയ്ക്കപ്പുറം വീണ്ടും. വിധി ജീവിതത്തിൽ വില്ലനായപ്പോഴും തളരാത്ത മനക്കരുത്തോടെ ജീവിതത്തോട് പോരാടിയ പനക്കൽ ഹരിദാസിൻ്റെ കഥയാണ് പ്രേക്ഷകരോട് ഈ ലക്കം കാഴ്ചയ്ക്കപ്പുറം ആദ്യം പങ്കുവയ്ക്കുന്നത്. അന്ധത ഹരിദാസിൻ്റെ കണ്ണുകൾക്ക് മാത്രമേ ഇരുട്ടു നൽകിയിട്ടുള്ളൂ. മനസ്സിൻ്റെ വെളിച്ചത്തിൽ ഈ കല്ലായിക്കാരൻ വിധിയോട് പോരാടി വിജയം വരിച്ചിരിക്കുന്നു. പറമ്പിൽ പനക്കൽ ഹരിദാസൻ എന്ന ദാസേട്ടൻ ജന്മന അന്ധനൊന്നുമല്ല. 16 വയസ്സിലാണ് കാഴ്ചശക്തി പൂർണ്ണമായും ഇല്ലാതായത്. കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുന്ന രോഗമായിരുന്നു കാരണം. പിന്നെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ദാസേട്ടൻ. കല്ലായി റെയിൽവേ സ്റ്റേഷനു മുന്നിൽ റോഡരികിലുള്ള സ്ഥലത്ത് പെട്ടിപ്പീടിക അനുവദിച്ചു കിട്ടിയതോടെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി. പെട്ടിപ്പീടികയിൽ സ്റ്റേഷനറി സാധനങ്ങളാണ് കച്ചവടം ചെയ്യുന്നത്. മനക്കരുത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും വിധിയുടെ വൈപരീത്യത്തെ ഇദ്ദേഹം മറികടന്നു. സ്റ്റേഷനറി പീടികയിലെ കച്ചവട കാര്യങ്ങൾ ദാസേട്ടൻ ചെയ്യുന്നത് കാഴ്ചയുള്ളവരെ പോലും അമ്പരപ്പിക്കും വിധമാണ്. ദാസ് സ്റ്റേഷനറിയിൽ എത്തുന്നവർക്ക് സാധനങ്ങൾ നൽകുന്നതിനും പണം വാങ്ങി ബാക്കി തുക കൃത്യമായി നൽകുന്നതിനും ദാസേട്ടന് ആരുടെയും സഹായം വേണ്ട. എങ്കിലും അടുത്ത കാലത്തിറങ്ങിയ നാണയങ്ങൾ സ്പർശിച്ച് തിരിച്ചറിയാൻ ചെറിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന കാര്യവും അദ്ദേഹം മറച്ചുവെക്കുന്നില്ല. നോട്ടൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കൈമ കിട്ടിയാൽ തന്നെ അറിയും പിന്നെ നോട്ടാണെന്നുള്ളത്. പിന്നെ ചിലത് സംശയം ഉണ്ടെങ്കിൽ മാത്രമേ വെച്ച് നോക്കുള്ളൂ. കോയിൻസിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ പുതിയ കോയിൻസ് വളരെ പ്രയാസം കണ്ടുപിടിക്കും. അത് ആളുകൾ പറയുന്നേ വേണം. പഴയ സൈസ് കോയിൻസ് ആണെച്ചാൽ കണ്ടുപിടിക്കാം, പ്രശ്നമില്ല. അതന്നെ അത് കിട്ടുമ്പോൾ ആദ്യം ആളുകൾ സഹകരണം കൊണ്ട് പറയും ദാസേട്ടാ ഉറുപ്പിയാണ് കിട്ടുന്നത്. 50 പൈസയുടെ ഉറുപ്പുള്ള ഉറുപ്പിയുണ്ടല്ലോ, അത് ഉറുപ്പിയുണ്ട് ദാസേട്ടാ അറിയും. 2 ഉറുപ്പ്യ വരുമ്പോൾ 2 ഉറുപ്പ്യ എന്ന് പറയും. അസുഖത്തെ തുടർന്ന് ഇപ്പോൾ ദാസേട്ടൻ ജോലി സമയം രാത്രി 10 മുതൽ രാവിലെ 6:30 വരെയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ പീടികയിൽ ഇപ്പോൾ ദാസേട്ടന് കൂട്ട് മരുമക്കളാണ്. സാധനങ്ങൾ പീടികയിൽ എത്തിക്കാനും മറ്റും മരുമക്കളാണ് സഹായിക്കുന്നത്. അതൊക്കെ സാധനങ്ങളൊക്കെ മരുമകൻ വെച്ചു തരും. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഞാൻ സിഗരറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അതേമാതിരി അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓരോ സിഗരറ്റ് ഇന്ന സ്ഥലത്താണ് വെച്ചതെന്ന് എനിക്കറിയാം. ഓരോ സോപ്പുകൾ ഒക്കെ ഓരോന്നും, പിന്നെ പഴങ്ങൾ. പൊതുജനങ്ങളും ദാസേട്ടന് നല്ല പിന്തുണയാണ് നൽകുന്നത്. ആരെങ്കിലൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ പല ആളുകളും ഉണ്ട്. അതിപ്പോൾ നമ്മളെ ബന്ധപ്പെട്ട ആളുകൾ വന്നാൽ ആരും ഇല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് നമുക്ക് വേണ്ടി ഇവിടെ ഒരു സഹായിച്ചു തന്നിട്ടേ പോവുള്ളൂ, ഹെൽപ്പ് ചെയ്തിട്ടേ പോവുള്ളൂ. ഒരു കാഴ്ച വൈകല്യത്തിന്റെ പേരിൽ ജീവിതം വെറുതെ തള്ളി നീക്കുന്നവർക്ക് മാതൃകയാവുകയാണ് ദാസേട്ടൻ എന്ന ഈ 66-കാരൻ. വിധിയെ പഴിച്ച് ജീവിതത്തെ ഇരുട്ടിലാഴ്ത്തുകയല്ല ഹരിദാസ് ചെയ്തത്. ഹരിദാസിൻ്റെ നിശ്ചയദാർഢ്യം
നമുക്കും മാതൃകയാക്കാം.